ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. മൂൺ വാക്ക് ഇന്ന് ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ. 2 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇതിലൊരു ഹൈലൈറ്റ് എന്തായിരുന്നു വെച്ചാൽ പയ്യൻ മൈക്കിൾ ജാക്സൻ്റെ ലുക്കിൽ ചക്ക കയറ്റി പോണൊരു സീനൊക്കെ എനിക്കിപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിരുന്നു ആ സീന്. പിന്നീട് ഈ സിനിമയെ പറ്റി ഞാൻ ന്യൂസൊന്നും കേട്ടില്ല. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ആ പടം റിലീസാകാൻ പോകണു. ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ലിസ്റ്റൻ സ്റ്റീഫൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പടം നല്ല റിലീസായി, പോയി കണ്ടു. അത്യാവശ്യം ഡീസൻറ്റ് പടമാണ്, ഒരു കുറ്റം പറയാനായിട്ടൊന്നുമില്ല. അഭിനയിച്ചൊക്കെ ഒരുവിധം എല്ലാവരും പുതിയ ആൾക്കാരാണ്. അവരുടെ പെർഫോമൻസും അത്യാവശ്യം നീറ്റായി തോന്നി. എല്ലാവരും ഒരു ഒറിജിനൽ ഫീൽ തോന്നി ക്യാരക്ടേഴ്സിനൊക്കെ. കാരണം കാസ്റ്റിംഗ് നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ വെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സിനും പറ്റിയ ആൾക്കാർ തന്നെയാണ് ഇവർ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുതന്നെ വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഈ സിനിമയ്ക്ക്. പിന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനോദ് എ.കെയാണ്. പുള്ളിക്കാരൻ എടുത്ത സ്റ്റോറിക്ക് നല്ലൊരു സ്ക്രീൻ പ്ലേ സെറ്റാക്കിയിട്ട് പടം അത്യാവശ്യം പാകം ലെങ്ത്തൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുതിയ സംഭവങ്ങളെന്ന് പറയാൻ അധികം ഇല്ല എന്നുണ്ടെങ്കിലും ഇതിലെ കുറച്ച് സംഭവങ്ങൾ, അതായത് ഈ ഡാൻസും കോമ്പറ്റീഷനൊക്കെ അത് 18s സെറ്റപ്പിലാണ്. അതിന് പറ്റിയൊരു കാലഘട്ടം സെറ്റ് ചെയ്യാൻ ക്യാമറ വർക്കാണെങ്കിലും ശരി, എഡിറ്റിംഗ് ആണെങ്കിലും ശരി, രണ്ടും നല്ല രീതിയിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ അറിയാണ്ട്. കളർ ഗ്രേഡിംഗ് ഒക്കെ നീറ്റായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ കാലഘട്ടമൊക്കെ നമുക്കൊണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓരോരുത്തരുടെ ലുക്കാണെങ്കിലും ഇപ്പോഴത്തെ ചെക്കന്മാരുടെ ഈ ലുക്കിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത് 18s ആണെന്ന് അത്ര വട്ടം നമുക്കിത് കണക്റ്റ് ആവില്ല. ആ കാലഘട്ടത്തിലുള്ള ലുക്കുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. പിന്നെ ഇതിലെ മറ്റൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല പെർഫോമൻസ്. ഇതിലെ കുട്ടികളാണ്, അവരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഓരോ കുട്ടികൾക്കും അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഡീസൻ്റായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. പടം നല്ല പടമാണ്, പക്ഷെ ആൾ വളരെ കുറവായിരുന്നു കേട്ടോ. അതുപോലുള്ള പുതിയ പിള്ളേരെ പടം കാണാൻ തിയേറ്ററിലേക്ക് നിങ്ങൾ പോയാലാണ് ഇനി ഇതുപോലുള്ള സിനിമകൾ വരുള്ളൂ. ഇതിൽ ചില മൈക്കിൾ ജാക്സൺ റെഫറൻസുകളൊക്കെ ഉണ്ട്, വേറെ ലെവലായിട്ട് വർക്കായിട്ടുണ്ട്. അതുപോലെ കുറേ രംഗങ്ങളുണ്ട് കേട്ടോ സിനിമയിൽ. അല്ലെ ചില മ്യൂസിക് ഉപയോഗിച്ചതാണെങ്കിലും ഒക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ഇവർ. പിള്ളേരൊക്കെ വേറെ ലെവലാണ്. സിനിമ കാണാത്തവരാണെങ്കിൽ പോയി തിയേറ്ററിൽ തന്നെ കണ്ടോക്കുക. കാരണം ആൾ കമ്മിയാണ് ഈ സിനിമയ്ക്ക് പോയപ്പോൾ. എന്താണ് ഇതുപോലുള്ള സിനിമകളൊന്നും ആൾക്കാർ കയറി കാണാത്തതെന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. മാസപടം മാത്രം പോരെ, നമുക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വേണ്ടേ. വീഡിയോ ഇഷ്ടമായിച്ചാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.